ഇന്ന് നമ്മുടെ സമുദായം ഓരോ വീടുകളിൽ നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി വെക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങൾ നടക്കുന്നു. ഒരാള് പോലും പ്രതികരിക്കാനില്ലല്ലോ. എടോ അങ്ങനെയാണ് ചോദിക്കല്ലേ, എന്റെ വാപ്പ നിങ്ങളിങ്ങനെ എല്ലാത്തിനും തടസ്സം നിൽക്കുന്നേ, എന്തിനാടാ നീ എല്ലാത്തിനും ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് പോലുമില്ല പടച്ചവനെ ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയണം സഹോദര. അത് നിന്റെ കടമയാ, നിന്റെ ബാധ്യതയാ. നീ പരസ്യമായിട്ട് നീ പറയണം, ഒരിക്കലും എന്റെ വീടിന്റെ അകത്ത് നടത്താൻ പറ്റൂല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പങ്കെടുക്കത്തില്ല, പറയാൻ കഴിയണം. അതാരൊക്കെ നിനക്കെതിരായാലും ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, നിന്നെ ചിലപ്പോൾ തങ്ങളാ പുതിയ മഹാൻ വന്നിരുന്നൊക്കെ പരിഹസിക്കും. പക്ഷേ നമ്മളുടെ കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നത് കണ്ടാൽ ഒന്നുകിൽ നീ കൈകൊണ്ട് നടത്ത്, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നവരെ കൈകൊണ്ട് തടയ്. അല്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് തടയാമല്ലോ, പറയാമല്ലോ. ആരുടെയും കൈയും കാലം പിടിക്കേണ്ട, നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാമല്ലോ. അതിന് പറ്റത്തില്ലെങ്കിൽ ഈ നടക്കുന്ന പേക്കൂത്തുകളെ നിനക്കൊന്ന് വെറുക്കാനെങ്കിലും പറ്റൂലേ? ഞാൻ ഇതിനൊന്നും പങ്കാളിയാവൂല, ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കൂല, പള്ളി വരുന്നിക്കാ വഴി ഞാൻ എന്റെ പണി നോക്കി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം വളരെ സങ്കടകരമടോ ഇന്നത്തെ വിവാഹങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പേക്കൂത്തുകളാണ് നടക്കുന്നത്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.